അമേരിക്കയും ഇറാനും തമ്മിൽ തുടങ്ങിയ യുദ്ധം കുറച്ചാഴ്ചകൾ നിർത്തിവച്ചിരിക്കുന്നുവെങ്കിലും ഇപ്പോൾ ഒരു ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധമുണ്ടാകാം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഉടമ്പടികളൊന്നും തന്നെ അമേരിക്ക അനുസരിക്കുന്നില്ല, അതൊന്നും പറ്റുന്നില്ല എന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇറാൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അനുസരിക്കാൻ അമേരിക്ക തയ്യാറാകുന്നില്ല. നിലവിൽ US സൈന്യത്തിന്റെ അതിനൂതന MQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് ഇറാനാണ് വെടിവെച്ചിട്ടത്. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച US ഡ്രോണുകളെ വെടിവെച്ച് ഇട്ടതായാണ് IRGC വ്യക്തമാക്കുന്നത്. കൂടാതെ സൈന്യം മറ്റൊരു US RQ-4 ഡ്രോണിനെയും ഒരു F-35 യുദ്ധവിമാനത്തെയും ലക്ഷ്യം വച്ചതിനാൽ അവർ പിൻവാങ്ങാൻ നിർബന്ധിതരായെന്നും IRGC അറിയിച്ചിട്ടുണ്ട്. ഇറാൻ അതിർത്തിയിലെ ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഖേഷം ദ്വീപിന് മുകളിലാണ് നാടകീയമായ വ്യോമ സംഘർഷമുണ്ടായത്. ഇറാൻ വികസിപ്പിച്ചെടുത്ത അതിനൂതന അറാഷ് കമാൻഗീർ ഇന്റർസെപ്റ്റർ ഡ്രോൺ സിസ്റ്റം ഉപയോഗിച്ചാണ് US റീപ്പർ ഡ്രോണിനെ ലക്ഷ്യം വച്ചതും വിജയകരമായി തകർത്തത് എന്നാണ് IRGC അറിയിക്കുന്നത്. റീപ്പർ ഡ്രോണിന് പുറമെ ഇന്റലിജൻസ് നിരീക്ഷണ ഡ്രോണായ RQ-4 ഗ്ലോബൽ ഹോക്ക്, കൂടാതെ USന്റെ അതിനൂതന സെൽത്ത് യുദ്ധവിമാനമായ F-35 ലൈറ്റനിങ് സെക്കൻഡ് എന്നിവയും ഇറാൻ വ്യോമാതിർത്തി ലംഘിച്ചതായും IRGC അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇറാനെതിരായ സൈനിക നടപടിയിൽ USനുണ്ടാകുന്നത് വൻ സാമ്പത്തിക നഷ്ടമാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഫെബ്രുവരി 28-ാം തീയതി യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ USന്റെ 2 ഡസനിലേറെ അത്യാധുനിക വിലയേറിയതുമായ MQ-9 റീപ്പർ ഡ്രോണുകൾ ഇറാൻ തകർത്തുവെന്നാണ് വിവരം. $3 കോടി ഒരു MQ-9 റീപ്പർ ഡ്രോണിന്റെ വില. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം $100 കോടിയോളം നഷ്ടം ഇത്തരത്തിൽ തന്നെ USന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വസ്തുത. ചുരുങ്ങിയത് 24 MQ-9 റീപ്പർ ഡ്രോണുകൾ തകർക്കപ്പെട്ടിട്ടുണ്ടാകാമെന്നും ഇത് 30 വരെ ആകാൻ സാധ്യത ഉണ്ട് എന്നാണ് സൂചന. സൈനിക നടപടിക്കിടെ കേടുപാട് സംഭവിച്ചതും പിന്നീട് ഉപയോഗശൂന്യമായതും ഉൾപ്പെടെയുള്ള കണക്കാണിത്. ലക്ഷ്യത്തിലേക്ക് പോകവേ അന്തരീക്ഷത്തിൽ വെച്ചാണ് ഭൂരിഭാഗം MQ-9 റീപ്പറുകളും തകർക്കപ്പെട്ടത്. മറ്റു ചിലരാകട്ടെ ഇറാന്റെ ആക്രമണത്തിലും സൈനിക നടപടികൾക്കിടെയുമാണ് തകർക്കപ്പെട്ടത്. US, ഇസ്രായേൽ, ഇറാൻ സംഘർഷകാലത്ത് അമേരിക്കൻ സൈന്യം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നവയാണ് MQ-9 റീപ്പർ ഡ്രോണുകൾ. അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ, ക്യാമറകൾ, സെൻസറുകൾ, അതോടൊപ്പം തന്നെ ഹെൽഫയർ മിസൈലുകളെയും ജോയിന്റ് ഡയറക്ട് അറ്റാക്ക് മിനീഷ്യൽ ഗൈഡഡ് ബോംബുകളെയും വഹിക്കാനുള്ള ശേഷി എന്നിവയാണ് MQ-9 റീപ്പറുകളുടെ സവിശേഷത. അമേരിക്കയിൽ ഇവയുടെ ഉൽപാദനം നിർത്തിയതിനാൽ പകരം സംവിധാനം കണ്ടെത്തുന്നതും പ്രയാസകരമാണ്. MQ-9 റീപ്പർ ഡ്രോണുകൾ തകർക്കപ്പെട്ടതിലൂടെയുണ്ടായ നഷ്ടം അത് വലുതാണെങ്കിലും യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ അമേരിക്കയ്ക്കുണ്ടായ വൻ സാമ്പത്തിക ആഹ്ലാദത്തിൽ ചെറിയൊരു ഭാഗം മാത്രമാണിത്. കാരണം ടോക്ഹോക്ക് ക്രൂയിസ് മിസൈലുകളും അതോടൊപ്പം തന്നെ JASSM-ER ദീർഘദൂര മിസൈലുകളും ഉൾപ്പെടെ നിരവധി അത്യാധുനിക ആയുധങ്ങൾ അമേരിക്കയ്ക്ക് നഷ്ടമായി കഴിഞ്ഞിരിക്കുകയാണ്.